ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രിസ്മസിന് അവധി നിഷേധിക്കുകയും ഡിസംബർ 25-ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യണമെന്ന് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഒരു തീട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുകയും ക്രിസ്മസ് തൊപ്പി ഉൾപ്പെടെയുള്ള ക്രിസ്മസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാർ അടക്കം ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ വാർത്തകളും വീഡിയോകളും ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ബദൽപൂരിൽ ക്രിസ്മസ് തൊപ്പി ധരിച്ച് കരോളിന് വേണ്ടി എത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ ബജറംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തു. ഹരിദ്വാറിൽ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ഇടപെടലുകളെ തുടർന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിൽ കുട്ടികൾ അടക്കമുണ്ടായിരുന്ന കരോൾ സംഘത്തിന് നേരെ RSS പ്രവർത്തകർ അക്രമം ഒഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരത്ത് കരോളിനൊപ്പം ഗണഗീതം പാടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BMS രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ആറ്റിങ്ങലിലെ ചിന്മയ വിദ്യാലയത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ ഇടപെടലുകളെ തുടർന്ന് ക്രിസ്മസ് ആഘോഷം റദ്ദു ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു രക്ഷകർത്താവ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. എന്നു മുതലാണ് ക്രിസ്മസ് നമുക്ക് ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമായി മാറിയത്? ക്രിസ്മസും ഓണവും പെരുന്നാളും എല്ലാം ഒരേ മനസ്സോടെ ആഘോഷിച്ച പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. എന്നു മുതലാണ് നമ്മുടെ ഈ രീതികൾക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങിയത്? വോട്ടിന് വേണ്ടി മാത്രം അരമനകളിലേക്ക് പ്ലം കേക്കുകളുമായി കടന്നു വരുന്നവരുടെ, മാതാവിന് സ്വർണ്ണ കിരീടവുമായി വരുന്നവരുടെ, ആട്ടിൻ തോലണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്.